ഈ വർഷം ലോക സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുക ജോസഫ് കൊസിൻസ്കിയെക്കുറിച്ചും ബ്രാഡ് പിറ്റിനെക്കുറിച്ചും F1 കുറിച്ചുമാകും. മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നും ആബ്സല്യൂട്ട് സിനിമയെന്നും സിനിമാറ്റിക് മാസ്റ്റർ പീസ് എന്നെല്ലാമുള്ള വിളികൾ ആ ഫോർമുല 1 ചിത്രത്തെ തേടിയെത്തി. തൊട്ടു പിന്നാലെ എത്തിയ സൂപ്പർമാന് പോലും പോസിറ്റീവ് കിട്ടിയിട്ടും F1 തന്ന അഡ്രിനാലിൻ റഷ് നൽകാനായില്ല. അൾട്രാ പോസിറ്റീവ് കിട്ടിയിട്ടും പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ F1 ആറാമതാണ്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കുത്തകയാക്കി വെച്ച ഹോളിവുഡിന് ഇക്കൊല്ലം 1-ാം സ്ഥാനമില്ല. 2 ബില്യൺ മുകളിൽ നേടിയ ഒരു ചൈനീസ് ആനിമേഷൻ മൂവിയാണ് ഇക്കൊല്ലത്തെ ടോപ്പ് ഗ്രോസിംഗ് പടം. സൂപ്പർമാൻ, ജുറാസിക് വേൾഡ്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, മിഷൻ ഇംപോസിബിൾ, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർബോൾട്സ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ലോകം മൊത്തം ആരാധകരുള്ള ഫ്രാഞ്ചൈസികളുടെ സിനിമകൾ ഇക്കൊല്ലം വന്നിട്ടും ബോക്സ് ഓഫീസിൽ 1-ാമതെത്താൻ അവയ്ക്കായില്ല. എങ്കിലും ഇവയെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷൻ കൊയ്തിട്ടുമുണ്ട്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു സൂപ്പർ ഹീറോ ചിത്രം 700 മില്യൺ പോലും നേടാതെ തിയേറ്റർ വിടുന്ന കാഴ്ചയും ഇക്കൊല്ലം കണ്ടു. അതും പുറത്തിറങ്ങിയവയെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് നേടിയിട്ടും. ഇക്കൊല്ലത്തെക്കാളേറെ സൂപ്പർ ഹീറോ ചിത്രങ്ങളാണ് അടുത്ത വർഷം ഇറങ്ങുന്നത്. സൂപ്പർ ഹീറോ ചിത്രങ്ങളോടൊപ്പം പണം വാരാനും റെക്കോർഡുകൾ തിരുത്തി കുറിക്കാനും കെൽപ്പുള്ള പല സിനിമകളും അക്കൂട്ടത്തിലുണ്ട്. ക്രിസ്റ്റഫർ നോളൻ, മാർവൽ, ഡിസ്നി അങ്ങനെ വൻ ബ്രാൻഡുകളുടെ വമ്പൻ സിനിമകളുടെ 2026 നമ്മുടെ മുൻപിലുള്ളത്. അടുത്ത വർഷം പകുതിയോടെയാണ് കാത്തിരിക്കുന്ന പല സിനിമകളും തിയേറ്ററുകളിലേക്ക് എത്തിത്തുടങ്ങുന്നത്. സൂപ്പർമാന്റെ സൂപ്പർ ഹിറ്റിന് ശേഷം സൂപ്പർ ഗേളുമായാണ് DCയുടെ വരവ്. ജൂൺ 26 സൂപ്പർ ഗേൾ തിയേറ്ററുകളിൽ എത്തുന്നത്. ക്രൈഗ് ഗില്ലസ്പിയുടെ സംവിധാനത്തിലെത്തുന്ന സിനിമയിൽ സൂപ്പർ ഗേളായി വേഷമിടുന്നത് മില്ലി ആൽകോക്ക് ആണ്. HBOയുടെ ഹൗസ് ഓഫ് ദ ഡ്രാഗണിലെ റെനീറ ടാർഗേരിയന്റെ വേഷത്തിലൂടെ പ്രശസ്തിയാണ് മില്ലി. ഈ വർഷം ഇറങ്ങിയ സൂപ്പർമാന്റെ എൻ ക്രെഡിറ്റ്സിൽ സൂപ്പർ ഗേളായി മില്ലി എത്തിയിരുന്നു. സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ എന്ന കോമിക് ബുക്ക് മിനി സീരീസിന്റെ അഡാപ്റ്റേഷനാണ് ചിത്രം. സൂപ്പർമാനിലൂടെ മാർവലിന് ശക്തമായ മത്സരം നൽകി തിരിച്ചുവരവിന്റെ പാതയിലാണ് DC ഇപ്പോൾ. അടുത്ത സിനിമയിലൂടെ അത് തുടരുകയാവും അവരുടെ ലക്ഷ്യം. DC യൂണിവേഴ്സിന്റെ ചാപ്റ്റർ 1 ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സിലെ 2-ാം ചിത്രമാണ് സൂപ്പർ ഗേൾ എങ്കിൽ 3-ാം സിനിമയാണ് ക്ലേഫേസ്. ജെയിംസ് വാറ്റ്കിൻ സംവിധാനം ചെയ്യുന്ന സിനിമ 2026 സെപ്റ്റംബർ 11 തിയേറ്ററുകളിൽ എത്തുക. 2 സിനിമകളുമായി DC എത്തുമ്പോൾ 2 മാർവലും എത്തുന്നുണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. മാർവലിന്റെ ഫേസ് 6 സിനിമകളാണ് ഇവ രണ്ടും. ആൻഡ്മേ, MJ, നെഡ്, ഹാപ്പി, സ്റ്റീഫൻ. തനിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെട്ട് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ മാത്രമായുള്ള പീറ്റർ പാർക്കറിന്റെ വരവാണ് ബ്രാൻഡ് ന്യൂ ഡേ. അയാൾക്കായി കാത്തിരിക്കാൻ, രക്ഷയ്ക്കായി കാത്തു നിൽക്കുന്നവരല്ലാതെ സ്വന്തമായി ആരുമില്ലാത്തൊരു യൂണിവേഴ്സ്. എന്നാൽ മറ്റൊരു ലോകത്ത് തന്നെ പോലെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്തവരുണ്ടെന്ന തിരിച്ചറിവും ഇന്നവനുണ്ട്. ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിന് നൽകാൻ സാധിക്കുന്ന പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു നോ വേ ഹോം നൽകിയത്. ടോമിന്റെ സിനിമയിലെ പെർഫോമൻസ് ഏറെ പ്രശംസ നേടിയിരുന്നു. പുതിയ ഭാഗത്തിന്റെ ഷൂട്ടിംഗ് വേളയിലെ ചിത്രങ്ങൾ ഈ അടുത്ത് വലിയ രീതിയിൽ വൈറലായിരുന്നു. തണ്ടർബോൾട്സും ഫാന്റാസ്റ്റിക് ഫോറും കൊണ്ട് ഈ വർഷം ഗംഭീരമാക്കിയ മാർവലിന് അതിന്റെ തുടർച്ചയാകും 2026. ജൂലൈ 31 സിനിമ പുറത്തിറങ്ങുന്നത്. സ്പൈഡർമാന് ശേഷമാണ് മാർവലിന്റെ തുറുപ്പുചീട്ട് പുറത്തിറങ്ങുന്നത്. എൻ ഗെയിമിന് ശേഷം എത്തുന്ന അവഞ്ചേഴ്സ് ചിത്രം, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഡൂംസ്ഡേയെ വിശേഷപ്പെട്ടതാക്കുന്നത് ഒരൊറ്റ പേരാണ്, റോബർട്ട് ഡൗണി ജൂനിയർ. അയൺമാനായി അയാൾ തീർത്ത വിസ്മയമായിരുന്നു മാർവലിനെ ഇളക്കമില്ലാതെ നിർത്തിയിരുന്നത്. എൻ ഗെയിമിൽ വിട പറയുമ്പോൾ കണ്ണീരണിയാത്ത സൂപ്പർ ഹീറോ ഫാൻസ് വിരളമായിരിക്കും. അവരുടെ പ്രിയപ്പെട്ട നായകൻ ടോണി സ്റ്റാർക്ക് വീണ്ടും എത്തുന്നു. നായകനായല്ല, വില്ലനായി, ഡോക്ടർ ഡൂമായി. ഡൂമിന്റെ വില്ലത്തരങ്ങൾക്കായി കാത്തിരിപ്പിലാണ് മാർവൽ പ്രേമികൾ. ഒപ്പം തങ്ങളുടെ പ്രിയ താരങ്ങളെ ഒന്നുകൂടി സ്ക്രീനിൽ കാണാനുള്ള ആകാംക്ഷയും. തോറും, സാമും, ബക്കിയും, ആൻമാനും ലോക്കിയും എല്ലാം അക്കൂട്ടത്തിലുണ്ട്. ഡിസംബർ 18 ഡൂംസ്ഡേയുടെ വരവ്. ക്രിസ്റ്റഫർ നോളന്റെ എപ്പിക് ആക്ഷൻ ഫാന്റസി ദ ഒഡീസിയും അടുത്ത വർഷമാണ് പുറത്തിറങ്ങുന്നത്. മാറ്റ് ഡാമൺ, ടോം ഹോളണ്ട്, അന്ന ഹാത്തവേ, സെൻഡായ തുടങ്ങി ഹ്യൂജ് സ്റ്റാർ കാസ്റ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. ഹോമറിന്റെ ഗ്രീക്ക് എപ്പിക് നോളന്റെ വിഷനിലൂടെ പുറത്തെത്തുമ്പോൾ അതൊരു നൂറ്റാണ്ടിന്റെ സിനിമയാകും മാറുക. ഒഡീസിയസിന്റെ ജേണിയിലൂടെ നമ്മളെയും നോളൻ കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല. കംപ്ലീറ്റ്ലി IMAX ഫിലിം ക്യാമറയിലാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ജൂലൈ 17 സിനിമയുടെ റിലീസ്. തിമോത്തി ഷാലമെറ്റും സെൻഡായും കേന്ദ്ര കഥാപാത്രമായി എത്തിയ എപ്പിക് ചിത്രം ഡ്യൂണിന്റെ 3-ാം ഭാഗവും അടുത്ത വർഷമാണ് പുറത്തിറങ്ങുന്നത്. ഡിസംബർ 18 സിനിമയുടെ റിലീസ്. കണ്ടിരുന്നവരെ ഒരു ഗെയിമിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ത്രില്ലടിപ്പിച്ച ജുമാൻജിയുടെ ഏറ്റവും പുതിയ ഭാഗം അടുത്ത വർഷം ഡിസംബർ 11 തിയേറ്ററുകളിൽ എത്തുന്നത്. 1995 ജുമാൻജിയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങുന്നത്. ആ ക്ലാസിക് ചിത്രത്തിന്റെ ഫാൻ ഫോളോയിങ് ആണ് 2017 പുത്തൻ രൂപത്തിൽ വീണ്ടും ജുമാൻജി എത്താൻ കാരണമായത്. ഡ്വെയ്ൻ ജോൺസൺ, കെവിൻ ഹാർട്ട്, ജാക്ക് ബ്ലാക്ക്, കാരൻ ഗില്ലൻ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ തന്നെയാകും പുതിയ സിനിമയിലും എത്തുക. ഡിസ്നിയുടെ ഹിറ്റ് ചിത്രം മൊവാനയുടെ ലൈവ് ആക്ഷൻ പതിപ്പിലും ഡെയ്ൻ ജോൺസൺ ഉണ്ട്. കാതറിൻ ലഗേയാണ് മൊവാനയായി സിനിമയിലെത്തുന്നത്. ജൂലൈ 10 ചിത്രത്തിന്റെ റിലീസ്. റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസിലെ പുത്തൻ ചിത്രം സെപ്റ്റംബർ 18 സ്കേറി മൂവി 6 ജൂൺ 12 മിനിയൻസ് 3 ജൂലൈ 1 പുറത്തിറങ്ങും. എല്ലാത്തരം യോണറുകളിലുമുള്ള സിനിമകളും 2026 ഹോളിവുഡിൽ നിന്നുമുണ്ട്. ഇവയോടൊപ്പം ദ ബോയ്സ്, ഡെയർ ഡെവിൾ എന്നീ സീരീസുകളുടെ പുതിയ സീസണും ഗെയിം ഓഫ് ത്രോൺസ് സ്പിൻ ഓഫ് എ നൈറ്റ് ഓഫ് 7 കിങ്ഡംസും അടുത്ത വർഷം പുറത്തിറങ്ങും. ആകെ മൊത്തം 2026 ഹോളിവുഡ് കൊണ്ടുപോകുമെന്ന് സാരം. ഈ സിനിമകൾക്കും സീരീസുകൾക്കുമെല്ലാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള ഫാൻ ബേസ് ഹ്യൂജ് ആണ്. കാത്തിരിക്കാം ഹോളിവുഡ് ഒരുങ്ങുന്ന വിസ്മയത്തിനായി, സിനിമാറ്റിക് എക്സ്പീരിയൻസിനായി.